അടുത്ത മാസം 8-ാം തീയതി, അതായത് ഫെബ്രുവരി 8-ാം തീയതി ദില്ലിയിൽ ഒരു വലിയ സമരം നടത്താൻ CPM നേരത്തെ തന്നെ ആഹ്വാനം നൽകിയിരുന്നു. ഒരു വലിയ സമരത്തിൻ്റെതായ പ്രചരണവും അവർ ആരംഭിച്ചിരുന്നു. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെയായിരുന്നു സമരം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ CPM അതിൽ നിന്ന് പിന്നാക്കം പോയ വാർത്തയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ അവരവരുടെ മുദ്രാവാക്യം മാറ്റിയിരിക്കുന്നു. ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം മാറ്റുക എന്നുള്ള ആ ഒരു മുദ്രാവാക്യത്തിലേക്കാണ് അവർ സമരം പോകുന്നത്. ഇപ്പോൾ പൊതുസമ്മേളനം മാത്രമേ ഉള്ളൂ. മുൻപ് അങ്ങനെയല്ലായിരുന്നു. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരമായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു സമരമായിരുന്നു. ഇപ്പോൾ അത് മാറ്റി ഒരു പൊതുസമ്മേളനത്തിൽ ഒതുക്കുകയാണ് കാര്യങ്ങൾ. അതിന് CPMൻ്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് കേന്ദ്രവും കേരളവും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു എന്നുള്ള പ്രതീതി ഒഴിവാക്കുന്നു. ഒപ്പം തന്നെ ഈ സമ്മേളനത്തിൽ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും നേതാക്കളും ഒക്കെ പങ്കെടുക്കും. അപ്പോൾ കേരളത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഒരു സമരം നടത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഏതായാലും കേരളത്തിൻ്റെ ഒരു സമരം, അതായത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഒരു സമരം എന്ന് പറഞ്ഞാൽ ചീറ്റിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിപക്ഷ ഐക്യം, ഈ തെരഞ്ഞെടുപ്പൊക്കെ കാലമാണ്, അതുകൊണ്ട് പ്രതിപക്ഷത്തെ കുറേ നേതാക്കളെ വിളിച്ചുകൊണ്ടൊരു സമ്മേളനം അത്രമാത്രം ഇതിനെ കരുതിയാൽ മതി. ഏതായാലും CPM കൊട്ടിഘോഷിച്ച മനുഷ്യച്ചങ്ങല 8 നിലയിൽ പൊട്ടിയതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ പ്രഖ്യാപിച്ച സമരവും ഏതാണ്ട് ചീറ്റി തുടങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.